അല്ല, ഞാൻ ചോദിച്ചാൽ അവിടെ ചതി വരുത്തി അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തി എന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഇന്ത്യയിലെ സ്പോർട്സ് താരങ്ങളുടെ ഒരു അവസ്ഥ എന്തെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവർക്ക് ഒരു ശരിയായ രീതിയിലുള്ള സപ്പോർട്ട് അല്ലെ അവരുടെ ഇംഗിതത്തിനനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകാനൊന്നും ഉള്ള അവസ്ഥയല്ല ഉള്ളത്. അവരെ ആഗ്രഹിക്കുന്ന കോച്ചിനെ കൊണ്ടുപോകാൻ പറ്റണം, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹിക്കുന്ന ആളുകളെ ഒപ്പം കൊണ്ടുപോകാൻ പറ്റേണ്ടതുണ്ട്. കാരണം ഒരു അത്ലറ്റിൻ്റെ അവിടെ മത്സരിക്കാൻ പോകുന്ന സ്ഥലത്തുള്ള മാനസികാവസ്ഥ വളരെ പ്രധാനമാണ്. അതായത് ഇപ്പോൾ ഈ കോച്ചസിനെയോ അല്ലെങ്കിൽ ഒപ്പമുള്ള മാനേജേഴ്സിനെയോ ഭയന്നുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന കായിക താരങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ബ്രിജ്ഭൂഷണെതിരെ വന്ന ആരോപണത്തിൻ്റെ ബേസ് അതല്ലേ? ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗുസ്തി ഫെഡറേഷൻ ആത്മാർത്ഥ ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ആത്മാർത്ഥ ഉണ്ട്, അയാൾ മാറ്റി നിർത്തണം. കാരണം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാൽ ഇവിടെ നിന്ന് വാചകടിക്കുക എന്നല്ലാതെ ആ കായിക താരങ്ങൾക്ക് മാത്രമേ അവിടെ ഇറങ്ങിയിട്ട് മത്സരിക്കാൻ പറ്റുള്ളൂ. അതിപ്പം ഗുസ്തി ഫെഡറേഷൻ്റെ പ്രസിഡന്റിനോ മറ്റുള്ള ആളുകൾക്കോ ഒന്നും പറ്റില്ല. അപ്പോൾ അവിടെ അവരുടെ മാനസികാവസ്ഥ അത് അത്രയും നന്നായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അനുകൂല സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ടോ, അതിൻ്റെ ഒരു സാഹചര്യം ഇന്ത്യയിലുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇന്ത്യൻ സ്പോർട്സിനെ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ഇത് പൂർണ്ണ പരാജയമാണ്. നേരത്തെ നൗഷാദ് അലി പറഞ്ഞൊരു കാര്യം അതിലേക്ക് തന്നെ ഞാൻ പറയുന്നത്, പലപ്പോഴും ന്യൂട്രീഷൻ അല്ല, ഈ ബാംഗ്ലൂർ സായിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ന്യൂട്രീഷൻസ് അല്ലെങ്കിൽ മറ്റ് ടെക്നിക്കൽ സ്റ്റാഫിൻ്റെ ഒക്കെ വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളത് അവിടെയുള്ള പല പരിശീലകരും ആത്മാർത്ഥമുള്ള പല പരിശീലകர்களுം നമ്മുടെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും പറയുന്ന കാര്യമാണ്. ഈ രീതിയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അതായത് നമ്മൾ ലോബിയിങ് നടക്കുന്നുണ്ട് നമ്മുടെ സ്പോർട്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ അർഹതയില്ലാത്ത ആളുകൾക്ക് കയറി പറ്റുന്നതിന് വേണ്ടിയിട്ട്. എന്ത് പറഞ്ഞാലും മഹാവീർ ഫോഗട്ട് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, അയാൾ ഉണ്ടാക്കി വന്ന താരങ്ങളെ വെച്ചിട്ടാണ് ഈ കോച്ചസ് മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായിട്ടും വിനീഷ് ഫോഗട്ട് അത് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അയാളെ കൊണ്ടുപോകണം. അതിന് വിനീഷ് ഫോഗട്ടിന് എന്താണ്, അതിന് ഇത്ര ചിലവല്ലേ വരുള്ളൂ, എന്താണ് അതിന് ആവശ്യമെന്ന് വെച്ചാൽ അവരുടെ മാനസികാവസ്ഥ ആ രീതിയിലുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവണം. അല്ലാതെ ഭയത്തോടു കൂടി ഒരു അത്ലറ്റ്, അതിപ്പം നമുക്ക് തള്ളാം, അങ്ങനെയൊന്നും സംഭവിക്കില്ല. പക്ഷേ അത്ലറ്റിൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഒരു സ്ത്രീയായ ഒരു അത്ലറ്റ്, പ്രത്യേകിച്ചും ഗുസ്തി ഫെഡറേഷൻ ഉള്ളിൽ നിന്ന് സ്ത്രീ പീഡനത്തിനുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട സാഹചര്യത്തിൽ അവരെത്രത്തോളം സെക്യൂർ ആയിരിക്കും, അവർ മാനസികമായി എത്രത്തോളം ഇതായിട്ടായിരിക്കും മത്സരിക്കാനെത്തുന്നത്? അവരുടെ ആവശ്യങ്ങൾ മുഴുവൻ തള്ളിക്കളയുക. എന്നിട്ട് ഇത് നിങ്ങൾ പോയി മത്സരിച്ച് ഈ മെഡൽ കിട്ടിക്കഴിഞ്ഞാൽ ഗുസ്തി ഫെഡറേഷൻ്റെ പ്രസിഡന്റും എല്ലാവരും മുന്നിലുണ്ടാവും, അത് എടുത്തിട്ട് വരാം. പലതവണ നമ്മൾ കണ്ടതാണ്. അതല്ല വേണ്ടത്. കായിക താരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. സ്പോർട്സ് ഫെഡറേഷനുകൾ ഭരിക്കേണ്ട, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതാണ്, അത് കായിക മേഖലയായിട്ട് ബന്ധമുള്ള ആൾക്കാരായിരിക്കണം, കഴിയുന്ന കായിക താരങ്ങളായിരിക്കണം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നവരായിരിക്കണം. നമ്മളതൊന്നുമല്ല ചെയ്യുന്നത്. അത് പിന്നെ രാഷ്ട്രീയ പോർബലമാണ്, ബലാബലമാണ് ഓരോ ഫെഡറേഷനുള്ളിൽ നടക്കുന്നത്, അസോസിയേഷനുള്ളിൽ നടക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കായിക താരങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന പരിശീലകരില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഒഫീഷ്യൽസ് വരണം, അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. ഈ അവസ്ഥയിൽ അവർക്ക് എന്ത് വേണമെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഒരു സ്ട്രാറ്റജി ഉണ്ടാവണം. ആ സ്ട്രാറ്റജിക്ക് അനുസരിച്ച് നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞ ലോബിയിങ് എന്ന് പറഞ്ഞത് ഒരു വെറുതെ ഒരു കാര്യം പറഞ്ഞില്ല. കുറേ കാലത്ത് അന്താരാഷ്ട്ര മത്സരങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും പലപ്പോഴും അവരുടെ നമ്മുടെ സ്പോർട്സ് മാനേജേഴ്സും കോച്ചസുമായി സംസാരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. പലരും പറയുന്ന ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ചെറുതായിട്ട് ഞാൻ പറഞ്ഞുതരാം, ഈ ഡോപ്പിങ്ങിൻ്റെ ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യൻ താരങ്ങൾക്കെതിരെയൊക്കെ ബ്ലാങ്കറ്റായിട്ട് പെട്ടെന്ന് വിലക്ക് വരാറുണ്ട്. പക്ഷേ ഈ അമേരിക്കയിലെ കായിക താരങ്ങൾ ഒളിമ്പിക്സിൽ മത്സരിച്ച് കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലെ കായിക താരങ്ങൾ, ഈസ്റ്റ് യൂറോപ്യൻ കൺട്രീസിലെ കായിക താരങ്ങൾ പിടിക്കപ്പെട്ടിട്ട് അവരെ മെഡൽ തിരിച്ചു വാങ്ങാത്ത സംഭവമുണ്ട്. അഞ്ജു ബി ജോർജ് ഏതൻസ് ഒളിമ്പിക്സിൽ മത്സരിച്ചതിന് ശേഷം അവരെ മുന്നിൽ വന്ന മൂന്ന് പേര് ഈ ഡോപ്പിങ്ങിന് പിടിക്കപ്പെട്ടു. പക്ഷെ അത് മുൻകാല പ്രാബല്യത്തോടു കൂടി അവരെ മെഡൽ അയോഗ്യതാക്കാനുള്ള കാര്യമായിരുന്നു. അങ്ങനെ ചെയ്തിട്ടുണ്ട് മുമ്പ്, പക്ഷെ അതുണ്ടായില്ല. കാരണം അതിനുള്ള ഫോളോ അപ്പ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. ആ രീതിയിലുള്ള ലോബിയിങ് കൂടി ഒരു സ്പോർട്സ് മാനേജ്മെന്റ് സിസ്റ്റം കൂടി സ്പോർട്സിൽ ആവശ്യമാണ്. അല്ലാതെ അത് ക്ലിയർ ആയിട്ട് ഒരു അത്ലറ്റിന്റെ വിനീഷ് ഫോഗട്ട് 50 കിലോഗ്രാം കാറ്റഗറിയിലേക്ക് മത്സരിച്ചത് അവരുടെ തീരുമാനം, അത് അവർ ചെയ്തൊരു അങ്ങനെ കാണരുത് ആ സാധനം. നമുക്ക് മെഡലിന് വേണ്ടിയിട്ടാണ് വിനേഷ് ഫോഗട്ട് മത്സരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. തീർച്ചയായും അതിന് പകരം അവരെ കുറ്റപ്പെടുന്ന ഒരു സമീപനത്തിന് അത് ഒരിക്കലും അത് ഇവിടെ ശരി.